ഇന്ന് നമുക്ക് അരിമുറുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് ഉഴുന്നുപരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ എള്ളും ജീരകവുമാണ് ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഈ ഉഴുന്നുപരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അത് പൊടിച്ച് നല്ല പൗഡറായിട്ട് എടുത്തിട്ട് അരിപ്പൊടിയുടെ കൂടെ ചേർക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കളറിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടിയും ഉപ്പും അല്പം കായപ്പൊടിയുമാണ്. അത് നമുക്ക് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ചേർക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഉഴുന്നുപരിപ്പ് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നുപരിപ്പ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ട് ഇതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നതാണ്. ഒട്ടും തരിയില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടിയും ഉഴുന്നുപൊടിയും ചേർക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. കാൽ ടീസ്പൂണിന്റെ പകുതി കായപ്പൊടി ചേർക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും എള്ളും ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അത് വറുത്തിരിക്കുന്ന അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സേവനാഴിയിലുള്ള സ്റ്റാർ പോലെയുള്ള അച്ചിലൂടെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനുള്ളിൽ അല്പം ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചുറ്റിച്ച് നോക്കാം. ഇത് നമ്മളത് ചുറ്റിക്കുമ്പോൾ അത് പൊട്ടാതെ വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ കുഴച്ചതൊക്കെ അത് കറക്റ്റ് ആയിരിക്കും. അത് പൊട്ടിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴച്ചത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് വെള്ളം കുറവുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി തീരെ പശിമയില്ലാത്ത പൊടിയാണെങ്കിലും ഇതുപോലെ പൊട്ടിപ്പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പൊടിയിൽ ഒരല്പം മൈദയും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ മൈദയും കൂടി ചേർത്തിട്ട് നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാതെ കിട്ടും. ഇപ്പൊ ഇത് പൊട്ടാതെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം പാകത്തിനാണ് കുഴച്ചിരിക്കുന്നതൊക്കെ. ഇത് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് ചുറ്റിച്ചിടാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിന്റെ മുകളിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടാൽ മതി. അവസാനത്തെ ഭാഗം വരുന്നത് അതിലേക്കൊന്ന് ഒട്ടിച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിത് ഓരോന്ന് വീതം ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിക്കാതെ സൂക്ഷിച്ച് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. കൈകൊണ്ടിടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തവിയുടെ മുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടകത്തിൽ വെച്ചിട്ടോ ഒക്കെ ഇതിലേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ ചട്ടകത്തിൽ വെച്ചിട്ട് ഇട്ടാൽ മതി. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കോരിയെടുക്കണം. നമ്മുടെ മുറുക്കിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇത് ചുറ്റിച്ചിട്ടിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലേക്ക് ചൂടടിക്കും. ഇനി ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാണേലും
നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മുറുക്കെല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.